ഇതാണ് ജയിലിന് പുറത്തു നിന്നുള്ള പ്രതികരണങ്ങൾ. ഇപ്പോൾ ആരാധകർ അവിടെ നിന്ന് പിരിഞ്ഞു പോയി തുടങ്ങിയിട്ടുണ്ട്. ബോബി ചെമ്മണ്ണൂരിന് ഇന്ന് പുറത്തിറങ്ങുവാനുള്ള സാധ്യത മങ്ങിയിരിക്കുകയാണ്. അത് മാത്രമല്ല, ജാമ്യ ബോണ്ടിൽ ഒപ്പിടുന്നതിന് വേണ്ടി 50,000 രൂപയുടെ ബോണ്ടാണ് ഒപ്പിടേണ്ടത്. അതോടൊപ്പം തന്നെ 2 ആൾ ജാമ്യവും ഇതാണ് ആവശ്യമായിട്ടുള്ളത് ജാമ്യ വ്യവസ്ഥയനുസരിച്ച്. പക്ഷേ അത് പാലിക്കുവാനായിട്ട് ബോബി ചെമ്മണ്ണൂർ തയ്യാറായിട്ടില്ല എന്നും ജയിലിനുള്ളിൽ നിന്നുള്ള വാർത്തയുണ്ട്. കാക്കനാട് ജയിലിലുള്ള റിമാൻഡ് തടവുകാർക്ക് ഐക്യദാർഢ്യം എന്നാണ് ബോബി ചെമ്മണ്ണൂർ അവിടെ അറിയിച്ചിരിക്കുന്നത് എന്നാണ്. അവിടെ ജയിലിൽ സൗകര്യം കുറവാണ്, അതിനാൽ തന്നെ അവർക്ക് ഐക്യദാർഢ്യം എന്നാണ് ബോബി ചെമ്മണ്ണൂർ പറഞ്ഞത്. അതുകൊണ്ട് ഇന്ന് പുറത്തിറങ്ങുവാൻ അദ്ദേഹത്തിന് താല്പര്യവും ഇല്ല എന്നാണ്. ശ്രീ വിനു കിരീത്ത് എങ്ങനെ കാണുന്നു ഇതിനെ? എന്തായാലും ഈ ഹൈക്കോടതിയുടെ 14 പേജുള്ള ജാമ്യ ഉത്തരവിൽ ജാമ്യം നൽകുന്നു, പക്ഷേ പ്രൈമ ഫേസി കുറ്റം ചെയ്തിട്ടുണ്ട് എന്ന് തന്നെയാണ് പറയുന്നത്. അതായത് ദ്വയാർത്ഥ പ്രയോഗമാണെന്ന് ഏത് മലയാളിക്കും ബോധ്യമാകുന്നതാണെന്ന് ജഡ്ജി പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ജാമ്യമാണ് കൊടുത്തിരിക്കുന്ന കേസ്, ഇനിയും മുന്നോട്ട് പോകും. ഒരു ദിവസം ജയിലിൽ കിടന്നാലും 6 മണിക്കൂർ കിടന്നാലും 6 ദിവസം കിടന്നാലും പിന്നീട് അദ്ദേഹം ജയിൽ പുള്ളിയാണ്. സ്വാതന്ത്ര്യ സമരത്തിന് പോയിട്ടല്ല ജയിലിൽ പോയതെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. ബോബി ചെമ്മണ്ണൂർ വളരെ ചാരിറ്റി ചെയ്യുന്ന ആളാണ്, വളരെ പ്രശസ്തനാണ്, അദ്ദേഹം ലൈഫിനെ എൻജോയ് ചെയ്യുന്ന വ്യക്തിയാണ്. ഇപ്പോൾ ഒരു ആരാധകൻ പറഞ്ഞത് 6 ദിവസം ശിക്ഷിച്ചു. ശരിയാണ്, 6 ദിവസത്തെ ജയിലിൽ കിടക്കുക എന്ന് പറഞ്ഞാൽ അതൊരു വലിയ ശിക്ഷ തന്നെ. ഈ താങ്കൾ പറഞ്ഞ പോലെ ഈ എൻജോയ്മെന്റ് നൽകുന്നയാളാണ്, എന്റർടൈൻ ചെയ്യുകയായിരുന്നു എന്നൊക്കെയാണ് ജയിലിന് മുന്നിൽ കൂടി പറയുന്നത്. താങ്കൾ സോഷ്യൽ മീഡിയ ശ്രദ്ധിക്കൂ. അതുപോലെ തന്നെ ഈ ജയിലിന് മുന്നിലെ ആ ഒരു അന്തരീക്ഷം കാണുമ്പോൾ ഈ ബോബി ചെമ്മണ്ണൂരിന് വലിയ പിന്തുണ കിട്ടുകയാണ് അല്ലേ? അവിടെയാണ് ഞാൻ പറഞ്ഞത്, നോക്കൂ, നമുക്ക് സന്തോഷിക്കാനായിട്ട് ഒരുപാട് വകുപ്പുകളുണ്ട്, പക്ഷെ അത് മറ്റുള്ളവരെ വേദനിപ്പിച്ചുകൊണ്ടാവരുത്. ഒരു വ്യക്തിഹത്യ ചെയ്തുകൊണ്ട് ഞാൻ സന്തോഷിക്കുന്നെങ്കിൽ അതിനോട് എനിക്ക് ഒട്ടും യോജിപ്പില്ല. പിന്നെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കുക, ബോബി ചാരിറ്റി ചെയ്യുന്നു എന്നൊരാൾ പറഞ്ഞു. ചാരിറ്റിയും ഇതുമായി ബന്ധമില്ല നിയമത്തിൻ്റെ മുമ്പിൽ. കോടതിയെ സംബന്ധിച്ചോളം വ്യക്തമായി പറഞ്ഞു, ബോഡി ഷെയ്മിങ് പാടില്ല. സ്ത്രീകളെ എന്നല്ല, പുരുഷനെ അല്ല, മെലിഞ്ഞവരായാലും തടിച്ചവരായാലും എന്നാണ് കോടതി എടുത്ത് പറഞ്ഞിരിക്കുന്നത്. ബോബി തെറ്റ് സമ്മതിച്ചു എന്നും പറയുന്നുണ്ട്, ഇനി ആവർത്തിക്കില്ല എന്നും പറയുന്നു. തീർച്ചയായിട്ടും 6 ദിവസം ജയിലിൽ കിടന്ന് ഇനി കേസ് മുന്നോട്ട് പോയി ഇനിയുള്ള വിധി എന്താണെന്ന് നമുക്കറിയില്ല. കോടതി വിധി അനുസരിക്കാൻ നമ്മൾ ഓരോരുത്തരും ബാധ്യസ്ഥരാണ്. ഉപാധികൾ വയ്ക്കുമ്പോൾ ഇനിയെങ്കിലും കോടതിയെ അധിക്ഷേപിക്കുന്നതിന് തുല്യമാണ്. ഒരു വെറുതെ നാടകമല്ലേ ഇത്? എന്നാൽ പിന്നെ എന്തിനാണ് ജാമ്യ അപേക്ഷയുമായിട്ട് കോടതിയിലേക്ക് പോയത്? ജാമ്യം കിട്ടിയതിനു ശേഷം പുറത്തിറങ്ങില്ല, ഞാൻ ബോണ്ടിൽ ഒപ്പിടില്ല എന്നൊക്കെ പറയുന്നത് ഒരു നാടകമായിട്ട് മാത്രമേ കാണാൻ കഴിയുള്ളൂ. താങ്കൾ പറഞ്ഞു വന്ന കാര്യത്തിൽ ഇതിപ്പോൾ താനൊരു എന്റർടൈൻ ചെയ്യുന്ന ആളാണ്, അതുകൊണ്ട് അത് ക്ഷമിച്ചു കളയണം എന്നൊക്കെയാണ് ഈ ബോബി ഫാൻസിന്റെ ആളുകൾ പറയുന്നത്. അത് കോടതി തന്നെ വ്യക്തമാക്കിയിട്ടുള്ളതാണ്. ഇന്ന് ജാമ്യ ഉത്തരവിന്റെ 8ാമത്തെ പാരഗ്രാഫിൽ കൃത്യമായിട്ട് കോടതി തന്നെ പറയുന്നുണ്ട് എന്താണ് ബോബി ചെമ്മണ്ണൂർ ഈ ജാമ്യാപേക്ഷയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ. അത് താനൊരു സെലിബ്രിറ്റിയാണ്, തനിക്ക് ഒട്ടേറെ വ്യവസായ ശൃംഖലകളുണ്ട്, സമൂഹത്തിൽ അംഗീകരിക്കപ്പെട്ട ഒരു വ്യവസായിയാണ് എന്നൊക്കെ പറയുന്നതിനൊപ്പം തന്നെ അടുത്ത വാചകമായിട്ട് പറയുന്നത് ഈ പരാതി നൽകിയിരിക്കുന്ന വ്യക്തി, അതായത് നടി ഹണി റോസ്, അവരെക്കുറിച്ച് സമൂഹത്തിന് അത്തരമൊരു അഭിപ്രായമില്ല എന്നാണ്. അപ്പോൾ കോടതി തിരിച്ചു ചോദിച്ചിരിക്കുകയാണ് അത് പറയാൻ നിങ്ങൾ ആരാണ് എന്ന്. അതായത് നിങ്ങൾ എന്തിനാണ് ഈ മറ്റുള്ളവർ പറയുന്നതിന്റെ വക്കാലത്ത് ഏറ്റെടുത്തുകൊണ്ട് ആ നടിയെ അധിക്ഷേപിക്കുന്നതെന്ന് കോടതി ചോദിക്കുകയും ആ ജാമ്യാപേക്ഷയിൽ ആ വാചകം എടുത്ത് മാറ്റുവാൻ കോടതി ആവശ്യപ്പെടുകയും ചെയ്തു എന്ന് മാത്രമല്ല, ഈ ജാമ്യ ഉത്തരവിൽ പോലും അത് ഉൾപ്പെടുത്തിയിരിക്കുകയാണ്. അപ്പോൾ ഈ ബോബി ചെമ്മണ്ണൂരിനെ അനുകൂലിച്ചുകൊണ്ട് രംഗത്ത് ഇറങ്ങിയ എല്ലാവർക്കുമുള്ള ഒരു മറുപടിയാണ് കോടതി അതിലൂടെ നൽകിയിരിക്കുന്നത്. ആ നടിയെ അങ്ങനെ അധിക്ഷേപിക്കാൻ പാടില്ല എന്ന്. ഈ 6 ദിവസത്തെ ജയിൽ ശിക്ഷ തന്നെ ശരിക്കും പറഞ്ഞാൽ വലിയൊരു സന്ദേശം ജനങ്ങൾക്ക് കൊടുക്കുകയാണ്. ആരെയും വ്യക്തിഹത്യ ചെയ്യാനായിട്ടുള്ള സ്വാതന്ത്ര്യം നമുക്കില്ല, അത് ശരിയുമല്ല. പിന്നെ കോടതിയിൽ നിന്ന് ജാമ്യം കിട്ടുമ്പോൾ ഈ മാലയിട്ട് സ്വീകരിക്കുന്നതൊക്കെ ഈ അടുത്ത കാലത്ത് വന്നൊരു ട്രെൻഡാണ്. കൊലപാതകം ചെയ്തവനായാലും മോഷണ കേസിലെ പ്രതിയായാലും ഉപാധികൾ വെക്കുമ്പോൾ കോടതി അതും കൂടെ ഇനി വെക്കേണ്ടി വരും. എന്തൊരു വിരോധം! കോടതിയെ അധിക്ഷേപിക്കുന്നതിന് തുല്യമല്ലേ? ഒരു പ്രതിയായിട്ട് വന്ന ആൾക്ക് ജാമ്യം കൊടുക്കുന്നു, കേസ് തീർന്നിട്ടില്ല, കേസ് തീർന്ന അയാൾ നിരപരാധിയാണെന്ന് പറയുമ്പോൾ മാലയിട്ട് സ്വീകരിച്ചോട്ടെ. ജാമ്യ വ്യവസ്ഥയിൽ ഇത്ര ദിവസം കഴിഞ്ഞിട്ട് വീണ്ടും ഈ കേസ് കണ്ടിന്യൂ ചെയ്ത് പോകുന്ന വെച്ചാൽ ഈ മാലയിട്ട് സ്വീകരിക്കുന്നത് എന്ത് സന്ദേശമാണ് ജനങ്ങൾക്ക് നൽകുന്നത്? ഇനി എല്ലാ കേസിലും കോടതി ഇനി അതും കൂടെ ഉപാധികളിൽ വെക്കേണ്ടി വരും. അത്തരക്കാർക്കെതിരെയും കൂടെ നടപടി എടുക്കേണ്ടി വരും. നോക്കൂ, ബോബി ചെമ്മണ്ണൂർ എന്ന് പറയുന്ന വ്യവസായ പ്രമുഖൻ, പ്രശസ്തനാണ്, ഒരുപാട് നല്ല ഇത് ചെയ്യുന്നെങ്കിൽ പോലും അദ്ദേഹത്തിന്റെ ഈ പ്രവൃത്തിയോട് നല്ല ശതമാനം പേര് യോജിക്കുന്നില്ല. ഇന്നീ കണ്ട ക്രൗഡിൽ പലരും പറയുന്നത് അദ്ദേഹത്തിന്റെ സ്റ്റാഫ് അദ്ദേഹവുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്നവരാണ്. അത് പിന്നെ എപ്പോഴും അങ്ങനെ തന്നെ ആയിരിക്കുമല്ലോ. ഇത് ബോബിക്കും മനസ്സിലായിട്ടുണ്ട് കേട്ടോ. ബാക്കി ജയിലിലെ കാര്യം ബോബിയുടെ ശരിയാണ്, ബോബിക്ക് പ്രതിഷേധിക്കാൻ അധികാരമുണ്ട്. ജയിലിൽ ഒരു പക്ഷേ ബാക്കി തടവുകാർക്ക് വേണ്ടിയിട്ടൊക്കെ ആണെങ്കിൽ അത് ബോബിയുടെ ഒരു മനസ്സാണ്, അത് നമുക്ക് ചോദ്യം ചെയ്യാൻ പറ്റില്ല. അതും ഈ പറഞ്ഞ പോലെ പോലീസും കോടതിയാണ് തീരുമാനിക്കേണ്ടത്. എന്തായാലും ഇതൊരു നല്ല സന്ദേശം തന്നെയാണ്. സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് വിരൽ തുമ്പിലായതുകൊണ്ട് നമുക്ക് എന്തും ആരെയും പറയാമെന്നുള്ളത് ഒന്ന് വളരെ
അത്യാവശ്യമായിരുന്നു ഇത് എന്നുള്ളത്. ബോബിക്കല്ല, പൊതുവെ ഇതിന് ഒരു നിയമവും കൂടെ വരേണ്ടതാണ്. ആർക്കും ആരെയും പറയാം, മുഖ്യമന്ത്രിയെ പറയാം, പ്രധാനമന്ത്രിയെ പറയാം, നടികളെ പറയാം, നടന്മാരെ പറയാം. ഉണ്ണി മുകുന്ദൻ എന്ന് പറയുന്ന നടനൊക്കെ കേട്ടിട്ടുള്ള നമുക്കറിയില്ല. ഇവർക്കൊന്നും ഈ വ്യക്തികളെ പരിചയമില്ല. ഈ സോഷ്യൽ മീഡിയയിൽ വന്ന് അച്ഛനമ്മയും ചീത്ത വിളിക്കുന്നവരെ നമുക്ക് പരിചയമില്ല. അപ്പോൾ അതൊരു മാനസിക രോഗം തന്നെയല്ലേ?